ഏറെ വിവാദങ്ങൾക്കിടെ പെരളശ്ശേരിയിൽ ബി.ജെ.പി. ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ബി.ജെ.പി. പെരളശ്ശേരി ടൗൺ കമ്മിറ്റി ഓഫീസാണ് അമ്പലം റോഡിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ത്രീകൾ ഉൾപ്പെടെ 100-ലേറെ പേർ പങ്കെടുത്ത ബഹുജന പ്രകടനവും നടത്തി. ഏറെ വിവാദങ്ങൾക്കും വിലക്കുകൾക്കുമിടെയാണ് പാർട്ടി ചെങ്കോട്ടയായ പെരളശ്ശേരിയിൽ ബി.ജെ.പി. ഓഫീസ് തുറന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. വിജയരാജൻ താമസിക്കുന്ന മാനവീയമെന്ന വീട് നിൽക്കുന്ന 10-ാം വാർഡിൽ തന്നെയാണ് ബി.ജെ.പി. ഓഫീസ് തുറന്നിരിക്കുന്നത്. നേരത്തെ ബി.ജെ.പി. ഓഫീസ് തുറക്കാതിരിക്കാൻ കെട്ടിടം നൽകുന്നതിൽ നിന്നും പിന്മാറണമെന്ന് ഉടമയായ സ്ത്രീയോട് CPM നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവരും മകനും അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ശ്യാമള എന്ന പെരളശ്ശേരി പള്ളിത്തെ വീടിന് നേരെ 2 ദിവസം മുൻപ് രാത്രി 10-ന് ബോംബേറും നടന്നിരുന്നു. ഇതോടെയാണ് സംഭവം വിവാദമായത്. ബി.ജെ.പി. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും പൊതുയോഗവും ബി.ജെ.പി. ദേശീയ സമിതി അംഗം P.K. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് സമര കേന്ദ്രങ്ങളായിരുന്ന പുന്നപ്രയിലും വയലാറിലും ബി.ജെ.പി. നടത്തിയ മുന്നേറ്റം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടതാണ്. കണ്ണൂരിലെ പല ഭാഗങ്ങളിലും ഇത് ആവർത്തിക്കും. പെരളശ്ശേരിയിൽ ബി.ജെ.പിയുടെ ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞുവെന്ന് കൃഷ്ണദാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുസമ്മേളനത്തിൽ കണ്ണൂർ സൗത്ത് ജില്ലാ സെക്രട്ടറി P.K. ഹരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. സംസ്ഥാന വക്താവ് V.P. ശ്രീ പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ C. രഘുനാഥ്, ബിജു ഏളക്കുഴി, C. സത്യപാൽ, പത്മിനി ടീച്ചർ, പ്രജിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിപിൻ ഐവർകുളം സ്വാഗതം പറഞ്ഞു. മാത്രമല്ല പെരളശ്ശേരിക്ക് പ്രാധാന്യമുള്ളത്, മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ ലോകസഭയില് പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിച്ച മഹാനായ A.K.ജിക്ക് ജന്മം നൽകിയ നാട് കൂടിയാണ് പെരളശ്ശേരി എന്നുള്ളതും ഈ പെരളശ്ശേരിയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെ വ്യക്തമാക്കുകയാണ്. ഈ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് കാര്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. ഞാനിപ്പോഴും തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കണ്ണൂരിൽ നിന്ന് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ പെരളശ്ശേരിയിലെ ബി.ജെ.പി. ഓഫീസ് കാര്യാലയം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതായാലും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം പറയുകയുണ്ടായി, മാറാത്തത് ഇനി മാറും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ആദ്യം ഞങ്ങൾക്ക് മാറാത്തത് മാറും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പെരളശ്ശേരിയിലെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാര്യാലയം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുക വഴി മാറാത്തത് മാറുമെന്ന് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അടിസ്ഥാനപരമാണ് എന്ന് ഞാൻ ബോധ്യപ്പെട്ടിരിക്കുന്നു.